കൊച്ചി നഗരത്തിലെ തിരക്കേറിയൊരു ബസ് നോർത്തിൽ നിന്ന് മറൈൻ ഡ്രൈവ് വരെയുള്ള യാത്ര, ഒരു സിനിമാറ്റിക് അനുഭവം. 3 പെൺകുട്ടികൾ മനസാന്നിധ്യം കൈവിടാതെ ഒരു ജീവൻ രക്ഷിക്കുന്നു. നിമ്മി, അഖില, അഞ്ജന. കൊച്ചി അമൃത ആശുപത്രിയിലെ നഴ്സിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരാണല്ലേ. എന്താണ് അന്ന് ബസ്സിൽ സംഭവിച്ചത് എന്തായിരുന്നു? ഞങ്ങളിവിടുന്ന് വൈകുന്നേരം പോകുമായിരുന്നു. ഒരു 3:30 ബസ് ഉണ്ടായിരുന്നു. അതിന് മറൈൻ ഡ്രൈവ് വരെ പോകുമായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഒരു അമ്മ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. അപ്പോൾ വെള്ളമൊക്കെ തളിച്ച് നോക്കി, അമ്മ ഓക്കെ അല്ല. പിന്നെ പൾസ് നോക്കിയപ്പോഴത്തേനും അമ്മയ്ക്ക് പൾസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ CPR സ്റ്റാർട്ട് ചെയ്ത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇറക്കി ഒന്ന് കിടത്തി തരുമെന്ന് ചോദിച്ചാൽ, അങ്ങനെ സീറ്റിൽ വെച്ച് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറക്കി കിടത്തി തരുമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു കിടത്തി തരാമെന്ന് പറഞ്ഞാൽ അവർ വെളിയിൽ നിൽക്കുന്നതിൻ്റെ അവിടെ ഇങ്ങോട്ട് കിടത്തി തന്നു കഴിഞ്ഞപ്പം CPR കൊടുത്തു, നമ്മൾ ബർത്തും കൊടുത്തു. അപ്പം ബസ് ഹോസ്പിറ്റലിലേക്ക് വിടണമെന്ന് പറഞ്ഞു. അവർ ഓക്കെ പറഞ്ഞു. അവർ ഇവിടെ സുഭാഷ് പാർക്കിൻ്റെ അവിടെയുള്ള ഹോസ്പിറ്റലിലേക്ക് ബസ് കൊണ്ടുപോയി. അപ്പോൾ അതുവരെ കണ്ടിന്യൂസ് നമ്മൾ CPR ബർത്തും കൊടുത്തുകൊണ്ട് പോയി. ജനറൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരെ നിങ്ങളുടെ ഒരു പരിചരണം ആ ഒരു പേഷ്യൻ്റ് ലഭിച്ചു. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയാവുന്നവരായിരുന്നല്ലേ? അതെ, ഞങ്ങൾ രണ്ടുപേരും അറിയായിരുന്നു. പുള്ളിക്കാരനെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടി വന്നു. അങ്ങനെ പരിചയപ്പെട്ടു. നിങ്ങൾ 3 പേരും കൂടെ ഉള്ളൊരു ഏകീകരണത്തോടുള്ള പ്രവർത്തനം എങ്ങനെയായിരുന്നു ആ സമയത്ത്? കാരണം ഓടുന്ന ബസ്സാണ്, അത് എങ്ങനെയായിരുന്നു ആ സമയത്ത് ഹാൻഡിൽ ചെയ്തത്? നമ്മൾ 3 പേരും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊടുക്കുന്നു, എനിക്ക് പറ്റാതെ വന്നപ്പോൾ അടുത്ത ആൾ ചേഞ്ച് ചെയ്യാൻ പറയുന്നു, ചേഞ്ച് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത ആൾ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചേഞ്ച് ചെയ്യും. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ 3 പേരും ചോദിക്കുന്നത് എവിടെയാണ് വർക്ക് ചെയ്യണേ, എന്താണ് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോഴാണ് അറിഞ്ഞ അമൃതയുടെ സ്റ്റാഫാണ്, ഇന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അതല്ലാണ്ട് നമുക്കറിയില്ല. പ്രത്യേകിച്ച് മനസാന്നിധ്യം കൈവിടാതെ പെട്ടെന്ന് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു അനുഭവം എങ്ങനെയാണ് തോന്നുന്നത്? എന്ന് വെച്ചാൽ ചുറ്റുപട്ട് എന്താണെന്നോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ആ ഒരു പേഷ്യൻ്റ് കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന അമ്മനെ എങ്ങനെയും രക്ഷപ്പെടുത്തുക എന്നുള്ളൊരൊറ്റ മൈൻഡ് ഞങ്ങൾക്ക് 3 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പക്ഷേ അറിയില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ എങ്ങനെയൊക്കെ ആളെ അവിടം വരെ എത്തുന്ന വരെ നമ്മൾ കണ്ടിന്യൂസ് CPR കൊടുത്തുകൊണ്ടേ ഇരുന്നേച്ചു. നമുക്ക് ഹോസ്പിറ്റൽ പോലെയല്ല, ഹോസ്പിറ്റലിൽ നമ്മൾ കുറേ കൂടെയൊക്കെ പ്രിപ്പയർഡാണ്. ഇതാകുമ്പോൾ നമ്മൾ പ്രിപ്പറേഷനില്ല, അവിടെ സംവിധാനങ്ങളും കുറവാണ്. അപ്പോൾ ആ സമയത്ത് താഴെ ഇറക്കാൻ എന്ത് പ്രവർത്തനത്തിലൂടെയാണ് നിങ്ങളത് കൈകാര്യം ചെയ്തു പോയി? പ്രത്യേകിച്ച് ബസ് ഓടിക്കൊണ്ടിരിക്കുകയും കൂടെ ആണല്ലോ. ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ സീറ്റിലിരുന്ന് പറ്റുന്നില്ല. അപ്പം ഞങ്ങളവിടെ കണ്ടക്ടറിനോടൊക്കെ പറഞ്ഞ് ഒന്ന് ഇറക്കി തരുമെന്ന് ചോദിച്ചാൽ, അപ്പോൾ അവർ വന്നിട്ട് ഒരുമിച്ച് ഇറക്കി താഴെ കിടത്തി. അങ്ങനെ പിന്നെ ചേച്ചി ആദ്യം സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ ചേച്ചി ക്ഷീണിച്ചപ്പോൾ പിന്നെ ഞാൻ കൊടുത്ത്, പിന്നെ ഇവള് വന്ന് കൊടുത്ത്, അങ്ങനെ ചെയ്ത് കണ്ടിന്യൂസ് അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ CPR കൊടുത്തോണ്ടിരുന്നു. ആശുപത്രിയിൽ ഇത്തരം അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ സാധാരണ ആശുപത്രിയിൽ ഇത്തരം അനുഭവങ്ങൾ ചെയ്ത് പരിശീലനം ഉണ്ടോ? ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു അന്തരീക്ഷം അല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര വ്യത്യാസമായിരുന്നു. ഞങ്ങൾക്കും ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, അവിടെ നിൽക്കുന്ന ചുറ്റുമുള്ള എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ആർക്കും അറിയത്തില്ല, കൂടെ നിൽക്കുന്ന അവരുടെ വന്നേക്കുന്ന ആൾക്കാരെല്ലാവരും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയതും. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരൊറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടക്ടറോട് വേഗം തന്നെ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറഞ്ഞു. സിഗ്നലൊന്നും നോക്കാതെ അവർ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക ചെയ്തത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തരണം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു നമ്മളുടെ ഒരു പെട്ടെന്നൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ അതാണോ ഒരു കാരണമായത്? ഉണ്ട്, പീഡിയാട്രിക് കാർഡിയോളാണ് ഞങ്ങൾ വർക്ക് ചെയ്യണത്. പക്ഷേ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, CPR ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു ബസ്സിൽ ഒരാൾക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. എങ്ങനെ വന്നു എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ സമയത്ത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഒന്നും നോക്കിയില്ല. ഓടുന്ന ബസ്സാണെന്നോ ഒന്നും മൈൻഡില്ലായിരുന്നു ആ സമയത്ത്. മട്ടാഞ്ചേരിക്ക് പോകുന്ന ബസ്സായിരുന്നു. പക്ഷേ അപ്പം ചുരുക്കം പറഞ്ഞാൽ ബസ്സിൻ്റെ ഒരു പശ്ചാത്തലമൊന്നും നിങ്ങൾ നോക്കില്ല, മറ്റുള്ളവരെന്ത് കാണുന്നു നോക്കുന്നു ഒന്നും നോക്കിയില്ല. അതിനെക്കുറിച്ച് ഒന്നും തന്നെ പൂർണ്ണമായി മറന്നുകൊണ്ട് നമ്മുടെ ജോലിയിൽ അങ്ങ് വ്യാപൃതരാകുമായിരുന്നു. എന്ന് വെച്ചാൽ ബസ്സിൽ ഭയങ്കര തിരക്കുമായിരുന്നു. ഞങ്ങളപ്പോൾ അങ്ങനെ നോക്കിയില്ല. ആ അമ്മേനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം നിങ്ങൾ അവിടെ ഇറങ്ങിയിരുന്നോ? അതെ, നമ്മളവിടെ ഇറങ്ങി. ബാക്കി റിട്രൈവ് ആയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അവിടെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ നമ്പറൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഇതിലെ മറ്റൊരു രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇവർ ചെയ്തത് വലിയൊരു കാര്യമായിട്ട് ഇവർ തന്നെ കരുതിയില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ആരോടും ഇക്കാര്യങ്ങളൊന്നും തന്നെ പങ്കുവെച്ചുമില്ല. ഒരു സാധാരണ ജീവിതത്തിലെ സാധാരണ സംഭവം മാത്രമായിട്ടാണ് ഇത്രയും വലിയ ഒരു മനസാന്നിധ്യം കൈവിടാതെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതരായ ആ വിഷയത്തെ അവർ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത ദിവസങ്ങളിൽ മാത്രം അവിചാരിതമായ സൗഹൃദ സംഭാഷണത്തിൽ മാത്രമാണ് വിവരം പരസ്പരം പങ്കുവെച്ചത് തന്നെ. അത്രയും ലാഘവത്തോടെ, അല്ലെങ്കിൽ ഇതിലൊരു വലിയ സംഭവമില്ല, നിത്യജീവിതത്തിൻ്റെ ഭാഗമായൊരു സംഭവം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ 3 പേരും കണക്കാക്കി. എന്തായാലും തീർച്ചയായും മനസാന്നിധ്യം കൈവിടാതെ ആ ഒരു പ്രവർത്തനത്തിൽ വ്യാപൃതരായി ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് വലിയ അഭിനന്ദനങ്ങൾ ഈ ഘട്ടത്തിൽ നേരുകയാണ്. എന്തായാലും തുടർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം സമൂഹത്തിന് ഉതകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നമ്മുടെ ഒരു കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഇനിയും ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.